ഇവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ എണ്ണി അക്കമിട്ട് പറഞ്ഞാൽ ഞങ്ങള് ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് തിരുവനന്തപുരത്ത് UDF കൗൺസിലർമാർ ചരിത്രത്തിൽ ആദ്യമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തി. കാരണം കോഴിക്കോട് കോർപ്പറേഷന്റെ ഒട്ടേറെ ആവശ്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട കോഴിക്കോട് നഗരത്തിലെ വെള്ളപ്പൊക്കത്തിന്റെ അടിസ്ഥാന ഘടകമായുള്ള കല്ലായിപ്പുഴ നവീകരണത്തിന് വേണ്ടിയുള്ള പദ്ധതി കഴിഞ്ഞ 5 തവണയായി തള്ളിക്കളഞ്ഞു. ഇപ്പൊ 6ാം തവണയും തള്ളിക്കളയുന്ന ഒരു അവസ്ഥ വന്നപ്പോ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണാധികാരികൾ മൗനം വീക്ഷിക്കുകയും ഉണ്ടാതിരുന്നപ്പോൾ ഞങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ധർണ നടത്തിയ കാര്യം ഞാൻ ഇവിടെ അനുസ്മരിക്കുക. അതിന് ശേഷമാണ് ആ കല്ലായിപ്പുഴ നവീകരണത്തിന്റെ 12 കോടി രൂപയുടെ പദ്ധതിക്ക് ഗവൺമെന്റ് അനുമതി നൽകാത്ത നിരവധി പദ്ധതികൾ ഇപ്പോഴും സെക്രട്ടേറിയറ്റിലെ ഫയലുകളിൽ പൊടി പിടിച്ചു കിടക്കുന്നുണ്ട്. കാരണം നഗരത്ത് മധ്യത്തിലുള്ള കിഡ്സൺ കോർണർ പൊളിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. അവിടെ പാർക്കിംഗ് പ്ലാസ സ്ഥാപിക്കാൻ ആവശ്യമായുള്ള ഫയലുമായി കോഴിക്കോട് കോർപ്പറേഷൻ 1 വർഷം മുമ്പേ അവിടെ അപേക്ഷ കൊടുത്താണ് ഇതുവരെയും മടങ്ങി. അതുപോലെ തന്നെ കോഴിക്കോട് 2017 GST നിലവിൽ വന്ന ശേഷം കോർപ്പറേഷന്റെ പരസ്യ നികുതി കുത്തക നമുക്ക് നഷ്ടപ്പെട്ടതാണ്. അത് തിരുവനന്തപുരവും കൊച്ചിയും ഒക്കെ പുതിയ ബൈലോ ഉണ്ടാക്കി നേടിയെടുത്തു. കോഴിക്കോട് കോർപ്പറേഷൻ അങ്ങനെ ഒരു ബൈലോ ഉണ്ടാക്കിയിട്ട് 2 വർഷം കഴിഞ്ഞു. ആ 2 വർഷം ബൈലോ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ കിടക്കുകയാണ്. അപ്പൊ കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവരെ സ്വന്തക്കാരാണ് മന്ത്രി MP രാജേഷ് ഒക്കെ, നമ്മുടെ ഇതിന്റെ ഭരണാധികാരികള് സുഹൃത്തുക്കളാണ്. പക്ഷെ നേടിയെടുക്കാൻ കഴിയുന്നു. അതിൽ കോഴിക്കോട് കോർപ്പറേഷൻ പെൻഷൻ വകയിൽ കൊടുത്ത 150 കോടി രൂപ ഗവൺമെന്റ് ഇപ്പോൾ നൽകേണ്ടതുണ്ട്. അത് നൽകുന്നില്ല. ഗവൺമെന്റ് മൊത്തത്തിൽ പാപ്പനാണ്. പക്ഷെ അതിന്റെ കൂടുതൽ പ്ലാൻ ഫണ്ട് ഒന്നുമല്ല, ഈ ഫണ്ട് നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷനും ജീവനക്കാർക്ക് പെൻഷൻ വകയിൽ കൊടുത്ത ഗവൺമെന്റ് നൽകേണ്ട ഫണ്ട് 150 കോടി രൂപയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ജനകീയ ആസൂത്രണത്തിന്റെ 25 വർഷം പിന്നിടുമ്പോൾ അധികാരം കവർന്നെടുത്ത് അധികാര കേന്ദ്രീകരണത്തിലേക്ക് കൊണ്ടുപോയി പ്രാദേശിക ഗവൺമെന്റുകളെ ശ്വാസം മുട്ടിക്കുന്ന ഈ ഗവൺമെന്റ് നടപടിക്കെതിരായുള്ള ശക്തമായ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ സമരം. ഇവിടെ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി ഭരണത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായുള്ള പോരാട്ടത്തിന്റെ തുടക്കമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കാൻ പ്രതിപക്ഷ നേതാവ് UDFന്റെ കൗൺസിൽ പാർട്ടി ലീഡർ A.T. ശോഭിതയെ സ്വാഗതം. ഞങ്ങൾ എന്തു പറഞ്ഞാലും ഒരേ സ്വരത്തിൽ ഞങ്ങളുടെ ശബ്ദമായി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ആവേശമാകുന്ന, ഞങ്ങൾ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് എന്ത് കാര്യവും കൗൺസിലിൽ പ്രസന്റ് ചെയ്യുമ്പോൾ കൂടെ ഉണ്ടാകുമെന്ന് ഉറച്ചു പറയുന്ന പ്രിയപ്പെട്ട സഹ കൗൺസിലർമാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ നമുക്കറിയാം, ഒരുപക്ഷെ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മുനിസിപ്പാലിറ്റി ചട്ട സംരക്ഷണ സംഗമം എന്നുള്ള രീതിയിൽ ഒരു പരിപാടി നടത്തുന്നത്. നമുക്കറിയാം, കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത് മുനിസിപ്പാലിറ്റി ചട്ടത്തിനനുസരിച്ചാണ്. എന്നാൽ ഇവിടെ എല്ലാ ചട്ടങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധി വന്നിരിക്കുകയാണ്. കാരണം ഈ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രവർത്തിച്ചത് ചട്ടത്തിന് വിരുദ്ധമായിട്ടാണെന്ന്. ഇവിടെ കെട്ടിട നമ്പർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്ത 2 ജീവനക്കാരെ എല്ലാ അവകാശങ്ങളോടുകൂടിയും തിരിച്ചെടുക്കണമെന്നാണ് കേരള മുനിസിപ്പാലിറ്റി ട്രൈബ്യൂണൽ വിധിച്ചിരിക്കുന്നത്. നമ്മൾ ഈ വിധി വരാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഇവിടെ എടുത്ത തീരുമാനങ്ങൾ യാതൊരു വിധത്തിലും കേരള മുനിസിപ്പാലിറ്റി ചട്ടം അനുസരിച്ചല്ല എന്നുള്ളത് കൊണ്ടാണ് ഇവരെ എല്ലാവരെയും നിരുപാധികം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവുണ്ടായിട്ടുള്ളത്. ഇവിടെ വളരെ വ്യക്തമായി നിങ്ങൾ ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗതത്തിലും അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വളരെ ആഴത്തിൽ എങ്ങനെയാണ് ഇവിടെ ഒരു സംഘം പ്രവർത്തിക്കുന്നത് എന്നതിലേക്ക് വെളിച്ചം വീശുകയുണ്ടായി.
സത്യത്തിൽ 4427 അനധികൃത കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് നൽകി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതിനെ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് ഇതിന്റെ ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ശരിയായ കണക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അനധികൃത കെട്ടിട ലൈസൻസ് കിട്ടിയിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കിട്ടാതെ പോയിട്ടുണ്ടാവുക ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള, ഇവിടെ പറഞ്ഞ പോലെ തീരദേശത്ത് ചെറിയ 50 സെന്റിമീറ്ററിന്റെ ഒക്കെ വ്യത്യാസത്തിൽ അനുമതി ലഭിക്കാതെ പോയിട്ടുള്ള പാവപ്പെട്ടവൻ മാത്രമാണ് ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ നട്ടം തിരിയുന്നത്. ബാക്കിയുള്ള എല്ലാവരും സുഖസുഷിപ്തിയിലാണ്. ഈ പാസ്വേഡ് ഒക്കെ എടുത്ത്, അപ്പൊ ഈ സാങ്കേതിക വിദ്യയിലും എങ്ങനെ തട്ടിപ്പ് നടത്താം എന്നുള്ളതിനെ കുറിച്ച് പഠിച്ച് പാകം വന്നവരാണ് ഇതിനകത്ത് ഇരിക്കുന്നത് മുഴുവൻ. അതിന് പറ്റിയൊരു സെക്രട്ടറി, ഈ വേങ്ങേരിയിൽ സെക്രട്ടറിക്ക് തന്നെ ഒരു വലിയ കെട്ടിടമുണ്ട്. അതും അന്വേഷിച്ചു കഴിഞ്ഞാൽ ആരാണ് ഈ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നത് എന്ന് ബോധ്യമാകും. ഇതിനൊക്കെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആവിക്കൽ തോടും കോടിയിലുമുള്ള കക്കൂസ് മാലിന്യത്തെ ഞങ്ങൾ വെസ്റ്റിലേക്ക് സമരം ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളുകളുടെ കയ്യിൽ വിലങ്ങ് വെപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ജനകീയ പ്രക്ഷോഭങ്ങൾ തീർച്ചയായും അതിന് ഒരു മറുപടി ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തോന്നിയവർക്കെല്ലാം പെർമിറ്റ്, കെട്ടിടത്തിന് പെർമിറ്റ് കൊടുത്തിരിക്കുന്നു. എനിക്ക് മനസ്സിലാകാത്തത് ബഹുമാന്യായ മേയർ പറയുന്നത് 200 കെട്ടിടത്തിലാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ശോഭിത ഇവിടെ സൂചിപ്പിച്ചതുപോലെ 4427 പേർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു. അത് മുതലാവില്ല. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ C&AG ഓഡിറ്റ് ചെയ്യും. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഓഡിറ്റ് ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നത് ലോക്കൽ ഫണ്ട് ഓഡിറ്റാണ്. ഒരേ സ്വഭാവമാണ്. C&AG ഓഡിറ്റ് ചെയ്യുന്നത് പോലെയുള്ള നടപടിക്രമങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ചെയ്യുന്നത്. അവർ പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു പ്രത്യേക ടൈം പീരീഡ് മാത്രമേ അവരെടുക്കുള്ളൂ. ദീർഘകാലത്തേക്ക് നേടുന്ന അഴിമതിയൊന്നും അവർക്ക് നോക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക ടൈം പീരീഡ്, 4-5 വർഷത്തെ ടൈം പീരീഡ്. ഈ 4-5 വർഷത്തെ ടൈം പീരീഡ് നോക്കിയപ്പോൾ തന്നെ 4427 കെട്ടിടങ്ങൾക്ക് അനധികൃതമായി ഈ നഗരസഭയിൽ പെർമിറ്റ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ സത്യം പറഞ്ഞ ഒരു 10,000 കെട്ടിടങ്ങളെങ്കിലും ഈ നഗരസഭയുടെ അതിർത്തിയിൽ അനധികൃതമായി കൊടുത്തതെന്നാണ്. എത്ര കോടി രൂപയുടെ നഷ്ടമാണ് ഈ നഗരസഭയ്ക്ക് ഉണ്ടായിരിക്കുന്നത്? എത്ര കോടി രൂപയുടെ നഷ്ടം? കഴിഞ്ഞ പ്രാവശ്യത്തെ കൗൺസിലിൽ അന്നത്തെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളുണ്ട്. എന്താണ്? ടെമ്പററി പെർമിറ്റ് കൊടുക്കും. ടെമ്പററി ഷെഡ് ഉണ്ടാക്കിയ ടെമ്പററി പെർമിറ്റ് കൊടുക്കാം. മാക്സിമം കൗൺസിലിന് കൊടുക്കാവുന്നത് 6 മാസം വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ നഗരസഭ ടെമ്പററി പെർമിറ്റ് കൊടുത്ത 6 മാസത്തെ മാത്രം കാലാവധിയുള്ള ടെമ്പററി പെർമിറ്റ് കൊടുത്ത ടെമ്പററി കെട്ടിടത്തിന്റെ മറവിൽ 20,000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങൾ ഈ നഗരത്തിൽ വൻതോതിലുള്ള ബിസിനസ് നടത്തി 10-12 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നു. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ എന്തൊരു അഴിമതിയാണിത്? കേരളത്തിൽ വേറെ ഏതെങ്കിലും ഒരു നഗരസഭയിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇതുപോലുള്ള ഒരു ചെറിയ കേസിൽ ഒരു കെട്ടിടത്തിന് പെർമിറ്റ് കൊടുക്കുന്നതിൽ അനധികൃതമായി ഇടപെട്ടാൽ അത് ആ സ്ഥാപനത്തെ മുഴുവൻ പിടിച്ചു നിൽക്കുന്ന വലിയ സംഭവമായി മാറും. ഇവിടെ ആയിരക്കണക്കിന് കെട്ടിടങ്ങൾക്ക് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇത് കടലല്ലേ? CRZ അല്ലേ? CRZ ബാധകമാണ്.
ഈ നഗരസഭ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ CRZ പരിധിക്ക് ഇപ്പുറത്ത് 1 മീറ്റർ അല്ലെങ്കിൽ 50 സെന്റിമീറ്റർ, 1 മീറ്റർ വേണ്ട, 50 സെന്റിമീറ്റർ ആ പരിധിക്കകത്താണ് ഒരു വീട് വെക്കാൻ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ കൊടുക്കോ? ഒരു പാവപ്പെട്ടവന് ഒരു 3 സെന്റില് ഒരുത്തൻ വീട് വെക്കാൻ പോകുമ്പോൾ കൊടുക്കോ? നിങ്ങളുടെ കൗൺസിലർമാരിയ്ക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ വാർഡില് ഈ വെച്ചിരിക്കുന്ന CRZ പരിമിതിയുടെ ഒരു 50 സെന്റിമീറ്റർ നിങ്ങൾക്ക് എന്തോരം ഉണ്ടാവും? 50 സെന്റിമീറ്റർ, ഒരടി പോലില്ല അല്ലെ? ആ 50 സെന്റിമീറ്റർ കുറവാണെങ്കിൽ കൊടുക്കൂല. പക്ഷെ ഇവിടെ ഈ തീരത്തെ കെട്ടിടത്തിന് പെർമിറ്റ് കൊടുത്തിരിക്കുക. എന്തൊരു നഗ്നമായ നിയമലംഘനമാണ് ഈ നഗരസഭയിൽ നടക്കുന്നത് എന്ന് നമ്മൾ അറിയണം. നഗ്നമായ നിയമലംഘനം. നിയമങ്ങളെ വെല്ലുവിളിക്കുക. ഇത് വിവാദമായപ്പോ തോന്നിയവരൊക്കെ കയറി സസ്പെൻഡ് ചെയ്തു. ജനങ്ങളോട് ഇവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ എണ്ണി അക്കമിട്ട് പറഞ്ഞാൽ ജനങ്ങൾ അതിനോടുള്ള ശക്തമായ പ്രതികരണം ഉണ്ടാകും. അത് കഴിഞ്ഞ് ഈ സംസ്ഥാന ഭരണത്തിന്റെ അന്ത്യത്തിലേക്കുള്ള കൗണ്ട് ഡൗൺ കൂടിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ ഈ അഴിമതി കാണിച്ച് ജനങ്ങളുടെ പണം പിടുങ്ങിയവർക്ക്, ഈ നഗരത്തെ കൊള്ളയടിച്ച ഒറ്റയാളെ പോലും വെറുതെ വിടപ്പെടില്ല എന്നുള്ള വാക്കാണ്. അതിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ സമരം നടത്തുന്ന UDF നേതൃത്വത്തിനും UDF പാർലമെന്ററി പാർട്ടിയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമര സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.